തിരുപ്പതി ലഡുവിൽ നോൺ വെജ് അടങ്ങിയിട്ടുണ്ടോ? മുൻ സർക്കാരിന് ഇതിൽ ബന്ധമുണ്ടോ? തിരുപ്പതി ലഡുവിൽ പിഗ് ഫാറ്റും ബീഫ് ഫാറ്റും ഫിഷ് ഓയിലുമെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത ഇപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തരെ ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഈ രീതിയിലാണ് ഇവിടെ ലഡു ഉണ്ടാക്കി വിൽക്കുന്നത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വൻ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു. തിരുപ്പതി ഹില്ലിൽ നോൺ വെജ് അനുവദനീയമല്ലെങ്കിലും തിരുപ്പതി ലഡുവിൽ ബീഫ്, മീൻ തുടങ്ങി മറ്റു ചേരുവകൾ അടങ്ങിയിട്ടുണ്ടെന്നും അതിന്റെ തെളിവായി ലാബ് റിപ്പോർട്ടുകളുണ്ടെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. തിരുപ്പതി ലഡു ഒരു വിശുദ്ധ പ്രസാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആളുകൾ ഈ ലഡു കഴിക്കുന്നതിനു മുമ്പ് ആരാധിക്കാറുണ്ട്. പവിത്രമായി കാണുന്ന ഈ തിരുപ്പതി ലഡു ക്ഷേത്രത്തിൽ നിന്നുള്ളതാണെന്നും നോൺ വെജ് ക്ഷേത്രത്തിൽ അനുവദിക്കില്ലെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ലഡുവിൽ നോൺ വെജ് ഉണ്ടെന്ന പ്രസ്താവന വലിയ പ്രശ്നത്തിന് കാരണമായിരിക്കുകയാണ്. മത്സ്യ എണ്ണയായാലും പന്നിക്കൊഴുപ്പായാലും പശുവിന്റെ കൊഴുപ്പായാലും അവയെല്ലാം നെയ്യിനേക്കാൾ വിലയേറിയതാണ്. അപ്പോൾ അവർ നെയ്യിന് പകരം വില കൂടുതലുള്ള ഈ ചേരുവകൾ എന്തിനാണ് ഉപയോഗിച്ചത്? ഇതിനു പിന്നിൽ ആരാണ്? സർക്കാരിന് ഇതിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 5 വർഷം മുമ്പ് YSR കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തിരുമലയുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തിയെന്നാണ് ചന്ദ്രബാബു നായിഡു അഭിപ്രായപ്പെട്ടത്. ചന്ദ്രബാബു നായിഡുവാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. YSR കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ജഗൻമോഹൻ റെഡ്ഡിയായിരുന്നു മുഖ്യമന്ത്രി. ഭക്തർക്ക് സൗജന്യമായി നൽകുന്ന അന്നദാനത്തിന്റെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്യുകയും ആളുകൾക്ക് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം നൽകുകയും ചെയ്തു. ആന്ധ്രാക്കാർ വളരെ പവിത്രമായി കാണുന്ന ലഡു പോലും മലിനമാക്കി. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ് ഈ ലഡു. എന്നാൽ അവർ നെയ്യിന് പകരം മൃഗക്കൊഴുപ്പാണ് അതിലുപയോഗിച്ചത്. ചന്ദ്രബാബു നായിഡു ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെ എല്ലാവരും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിലും ഇത് വൻ വിവാദത്തിന് വഴിയൊരുക്കി. എന്നാൽ YSR കോൺഗ്രസ് പാർട്ടി ഈ അവകാശവാദം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ അധികം വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ലാബ് റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെടുകയും പ്രമുഖ വാർത്താ ചാനലുകൾ ഉൾപ്പെടെ ആ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. പാം ഓയിലും ഫിഷ് ഓയിലും പന്നിക്കൊഴുപ്പും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നെയ്ക്ക് പകരം വില കൂടുതലുള്ള ഈ ചേരുവകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്ക്ക് പകരം പാം ഓയിൽ ഉപയോഗിക്കുന്നത് ലഡുവിന് രുചി വ്യത്യാസമുണ്ടാക്കും. ടേസ്റ്റും കൺസിസ്റ്റൻസിയും നിലനിർത്താൻ വേണ്ടി അവർ പന്നിക്കൊഴുപ്പും പശുവിന്റെ കൊഴുപ്പും മത്സ്യ എണ്ണയും പാം ഓയിലുമായി മിക്സ് ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ലഡു പിന്നീട് പ്രസാദമായി നൽകുകയും ചെയ്യും. ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് തിരുപ്പതി സന്ദർശിക്കുന്നത്. പ്രതിദിനം 3 ലക്ഷത്തോളം ലഡു ഉണ്ടാക്കുന്നുമുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ പ്രൊഡക്ഷന് വേണ്ടി അവർ 3 കൺവെയർ ബെൽറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബെൽറ്റ് ലഡു ഉണ്ടാക്കാനും മറ്റൊന്ന് അവരെ സഹായിക്കാനും, മൂന്നാമത്തെ ബെൽറ്റ് ബാക്കപ്പിനുമുള്ളതാണ്. ഏകദേശം 620 പേർ ഈ ലഡു നിർമ്മാണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കരാർ തൊഴിലാളികളും സ്ഥിരം ജീവനക്കാരുമുണ്ട്. തിരുപ്പതി ലഡുവിന് ഒരു ജിയോ മാർക്കർ ടാഗ് പോലുമുണ്ട്. അത് അത്ര എളുപ്പത്തിൽ നേടാൻ പറ്റുന്നതല്ല. ഏതാണ്ട് 300 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ലഡു 1715 ഓഗസ്റ്റ് 2-നാണ് അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഇപ്പോൾ വരെ തിരുപ്പതിയിൽ ഈ ലഡു നൽകി പോരുന്നുണ്ട്. തുടക്കത്തിൽ വുഡും പിന്നീട് LPGയും ഒക്കെ ഉപയോഗിച്ചാണ് തിരുപ്പതി ലഡു നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി അവർ ലഡുവിൽ വില കുറഞ്ഞ ചേരുവകൾ കലർത്താൻ തുടങ്ങി. മലമുകളിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ലഡു പോർട്ടിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ നടത്തിയ പരിശോധനയിലാണ് ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയുടെ അംശവും കണ്ടെത്തിയത്. എന്നാൽ ഈ അവകാശവാദം കൂടുതൽ അന്വേഷിക്കാൻ CBI അന്വേഷണം ആവശ്യമാണെന്ന് കോൺഗ്രസ് പാർട്ടി ശക്തമായി തറപ്പിച്ചു പറഞ്ഞു. പ്രധാനമായും ഇതിൽ 3 കക്ഷികൾ ഉൾപ്പെടുന്നുണ്ട്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും YSR കോൺഗ്രസും പിന്നെ കോൺഗ്രസ് പാർട്ടിയുമാണത്. മൂവരും എതിർപക്ഷത്താണ്. എന്നാൽ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് എന്ത് ബന്ധമാണുള്ളതെന്ന് ചിന്തിച്ചാൽ തിരുപ്പതി ദേവസ്ഥാനത്തിന് ചെയർമാൻ ഉൾപ്പെടെ പല പ്രധാന റോളുകളുണ്ട്. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അവർ ആ സ്ഥാനത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിയമിക്കും. ഓരോ പാർട്ടി മാറി വരുമ്പോഴും അതാത് പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയായിരിക്കും നിയമിക്കുന്നത്. 5 വർഷത്തെ കാലാവധിയുള്ള തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ഹെഡ് പോലെയായിരിക്കും അയാൾ. അതുകൊണ്ടാണ് ഈ സർക്കാർ മുൻഭരണത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ ജുഡീഷ്യൽ രംഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. YSR-CP നേതാവ് YV സുബ്ബറെഡ്ഡി ആന്ധ്ര ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു. ലഡുവുമായി ബന്ധപ്പെട്ട നടപടികൾ അടിസ്ഥാന ഹിന്ദുമത ആചാരങ്ങൾ ലംഘിക്കുന്നുവെന്നും ഭക്തരുടെ വികാരങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തുന്നുവെന്നും വാദിച്ച് മറ്റൊരു ഹർജി സുപ്രീം കോടതിയിലും സമർപ്പിച്ചു. എന്നാൽ തന്റെ സർക്കാരിന് കീഴിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടില്ലെന്നും ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു. ചന്ദ്രബാബു നായിഡു ദൈവത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം.
ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ച നെയ്യ് NABL സർട്ടിഫൈഡ് കമ്പനികളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നും വാങ്ങിയ ശേഷം അവ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുമാത്രമല്ല, നെയ്യിന്റെ ഗുണനിലവാരം കണ്ടെത്തുന്നതിനായി തിരുമല ദേവസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 3 തവണ കൂടി പരിശോധനകൾ നടത്താറുണ്ട്. വർഷങ്ങളായി നടന്നുവരുന്ന ഒരു പ്രക്രിയയാണിതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ 100 ദിവസത്തെ ഭരണം പരാജയമാണെന്നും അതുകൊണ്ട് അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ചന്ദ്രബാബു നായിഡു വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്നും ജഗൻമോഹൻ പറഞ്ഞു. 6 മാസം കൂടുമ്പോൾ ടെൻഡർ നടപടികൾ നടത്താറുണ്ട്. വിതരണക്കാർ നെയ്യുടെ ഗുണനിലവാരം കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയും വേണം. തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് നെയ്യ് വിതരണം ചെയ്യുന്നതിന്റെ പരിശുദ്ധിയെക്കുറിച്ച് അമുൽ കമ്പനിയും കർണാടകയിലെ നന്ദിനി മിൽക്കും AR ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് ഒരിക്കലും നെയ്യ് വിതരണം ചെയ്തിട്ടില്ലെന്ന് അമുൽ സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച വ്യക്തമാക്കി. ഉയർന്ന ഗുണമേന്മയുള്ള ശുദ്ധമായ പാൽ കൊഴുപ്പിൽ നിന്നാണ് അമുൽ നെയ്യ് നിർമ്മിക്കുന്നതെന്നും അവരുടെ ഡയറികളിൽ നിന്ന് ലഭിക്കുന്ന പാൽ FSSAI വ്യക്തമാക്കിയ മായം ചേർക്കൽ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള കർശന ഗുണനിലവാര പരിശോധനകളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന കാര്യവും അമുൽ അറിയിച്ചു. തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി ലഭിക്കുന്ന ലഡുവിന് തൂക്കം കുറവാണെന്ന് കാണിച്ച് 2022 സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ തകർക്കാനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനം അധികൃതർ ഇക്കാര്യം നിഷേധിച്ചിരുന്നു. ലഡുവിന്റെ ഭാരത്തിൽ സംശയം തോന്നിയതുകൊണ്ട് കൗണ്ടറിൽ പോയി പ്രസാദം തൂക്കുന്ന യന്ത്രത്തിൽ വെച്ച് നോക്കിയപ്പോൾ 98 ഗ്രാമിനും 108 ഗ്രാമിനും ഇടയിലായിരുന്നു ലഡുവിന്റെ ഭാരമെന്നും തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിന്റെ ഭാരം 165 ഗ്രാം മുതൽ 180 ഗ്രാം വരെയാണെന്നുമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ വൈറലായതോടെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കണ്ടെത്തിയതായും മെഷീനിലെ സാങ്കേതിക തകരാർ മൂലമാണ് ലഡുവിന്റെ ഭാരം കുറച്ചു കാണിച്ചതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മാത്രമല്ല, നൂറ്റാണ്ടുകളായി പ്രസാദത്തിന്റെ ഗുണത്തിലും ഭാരത്തിലും തിരുപ്പതി ക്ഷേത്രം വിട്ടുവീഴ്ച ചെയ്യാറില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ വീണ്ടും ലഡുവുമായി ബന്ധപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് തികച്ചും രാഷ്ട്രീയപരമാണോ അതോ ഇതിൽ സത്യമുണ്ടോ? തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന വയനാട് ദുരന്തവും ബംഗ്ലാദേശ് വിഷയവും വിദേശ പഠനത്തിന്റെ പ്രശ്നങ്ങളും ഉൾപ്പെടെ ധാരാളം ആനുകാലിക സംഭവങ്ങളും ചാനലിലുണ്ട്. വിജ്ഞാനപ്രദവും വിനോദപ്രദവുമായ ഈ വീഡിയോകൾ കാണുന്നതിനു വേണ്ടി ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സന്ദർശിക്കുക. തുടർന്നും ട്രെൻഡിംഗ് ടോപ്പിക്കുകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.